BJPക്ക് സഹായകരമായ നിലപാടാണ് കേരളത്തിൽ UDF എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വാദമായത് പ്രതിപക്ഷ നേതാവ് പ്രത്യേകിച്ചും. അല്ലാതെ അവിടെ ഏറ്റുകൊടുക്കുക എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇദ്ദേഹം ഈ ജോലിയേറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം 2 മണിവരെ രാവിലെ പുലരുന്നതിന് തൊട്ട് മുമ്പ് വരെ ജോലി ചെയ്തിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ പറയാണ്, മാത്രമല്ല എല്ലാവരുമായിട്ട് ഞങ്ങൾ സഹകരിച്ചു പോകുന്ന ഒരു പ്രദേശമാണിത്, ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും പറയില്ല, ഞങ്ങൾ എല്ലാവരുമായിട്ട് ചേർന്ന് പോകുന്നതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ പറയുന്ന നില ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെറുതെ ഇതിങ്ങനെ കള്ളത്തരം പ്രചരിപ്പിച്ചാലേ ചെറിയ ആൾക്ക് എന്താ പറയുക സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പറയാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളാണ് അത് ആദ്യം തുടങ്ങുക, പിന്നെ അത് അവരും തുടങ്ങും. അല്ലാണ്ട് അവർ തുടങ്ങി നിങ്ങൾ തുടങ്ങലല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേറൊരു സംഭവം. ആദ്യം മാധ്യമമാണ് തുടങ്ങുക. കാരണം മാധ്യമമാണ് അവരുടെ ഗുരുനാഥൻ. അവർക്ക് എന്നിട്ട് 2 ദിവസം കഴിഞ്ഞാലാണ് അവർ പറയുക. ഇപ്പോൾ 1 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ചില മാധ്യമങ്ങൾ അല്ല, ചില എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം, ചില എന്ന് പറഞ്ഞിട്ട് അതിനെ വല്ലാത്ത രീതിയിൽ ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അല്ല, അത് സമ്മർദ്ദമില്ലല്ലോ, അത് അവരുടെ ആവശ്യമല്ലേ. അവർ പറയുന്ന കാര്യം അവർ പറയുന്നത് അവരുടേതായ നിലപാട് വെച്ച് പറയണ്ടാവും. അതിനിപ്പോൾ ആർക്കാ പറയാൻ പറ്റുക? കോൺഗ്രസിനെടുത്ത് പോകുമ്പോൾ കോൺഗ്രസ് പറയുണ്ടാവും, BJPയുടെ പോകുമ്പോൾ BJP പറയുന്നുണ്ടാവും, CPM പോകുമ്പോൾ CPM പറയുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും BLOമാരോട് പറയല്ലോ, അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയില്ല. അതിനെന്താ കുഴപ്പം? നമ്മൾ സഹായിക്കുമ്പോൾ വേണം. അതുപോലെ തന്നെ അവർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. BLAമാർ നമ്മളുണ്ടല്ലോ അവിടെ. എല്ലാവരും BLOമാരെ പോലെ BLAമാരും ഉണ്ട്. ആ ഓ അത് ജില്ലാ കളക്ടർ സ്വീകരിച്ചത് എന്താണ് അദ്ദേഹത്തോട് ചോദിക്കണം. ഞങ്ങൾക്ക് പറ്റി അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇവരുടെ മേലെ നടത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നത് ഇലക്ഷൻ കമ്മീഷണർക്ക് നേരെയാണ്. അല്ലാണ്ട് ഈ പാവം BLOനെതിരായിട്ട് എന്ത് സമ്മർദ്ദമാണ് ഞങ്ങൾ ചെലുത്തേണ്ടത്? ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ആ സമ്മർദ്ദമല്ലേ ഞാൻ പറഞ്ഞത്. അത് സുപ്രീം കോടതി വരെ പോകുന്നത് സമ്മർദ്ദത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടാണ്. അത് നിർബന്ധപൂർവ്വം നടപ്പിലാക്കണം തീരുമാനിക്കുന്നതിന് രാഷ്ട്രീയ നേതൃത്വമായിട്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് BJPയുടെ നിലപാടിനെതിരായിട്ടാണ്. ആ സമ്മർദ്ദം ശക്തിയായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ പാർട്ടികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, കോൺഗ്രസ് ഉൾപ്പെടെ. ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. 18 വയസ്സ് പൂർത്തിയായിട്ടുള്ളവർ ഉൾപ്പെടെയാണല്ലോ വോട്ടർമാരായിട്ട് വരേണ്ടത്. അവരുൾപ്പെടെ ഒരാളെയും ഈ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പഴുതില്ലാത്ത രീതിയിൽ വോട്ടർ ലിസ്റ്റ് രൂപപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഞങ്ങളെ വോട്ട് മാത്രമല്ല, എല്ലാവരുടെയും വോട്ടാണ് പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി ഒഴിയാതെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളായവരുടെയും അവരോടെല്ലാം ഒപ്പം നിൽക്കുന്ന ജനങ്ങളുടെയും എല്ലാം വോട്ട് ഇതിൽ വേണം. അപ്പോൾ ആ വോട്ടേഴ്സ് ലിസ്റ്റ് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ പരിസ്ഥിതിയിൽ വലിയ പ്രയാസമാണ്, വലിയ സംഘർഷാത്മകമായ സാഹചര്യമാണ്. കാരണം ഇവർക്കിതൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. സ്ഥിതി വേണ്ടത്ര സ്റ്റാഫും ഉണ്ടാവില്ല, BLOമാർ തന്നെ വേണ്ടത്ര സജീവമായിട്ടുണ്ടാവില്ല. BLOമാരിൽ തന്നെ ഒരു വലിയ വിഭാഗം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയെല്ലാം വരുന്ന പ്രശ്നങ്ങളുണ്ട്. അതാണ് കേരളത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ടും ചേർന്ന് നടക്കാൻ പാടില്ല എന്ന്. പക്ഷേ ആ പാടില്ല എന്ന് പറഞ്ഞിട്ടും അവർ അതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറില്ല. അപ്പോൾ അത് വോട്ടർ ലിസ്റ്റിൽ ആൾ പേരുണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾ വരുന്ന 9-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 9-ാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ്. പോളിംഗ് നടക്കുന്ന 1-ാം ടേമിലെ ആദ്യത്തെ ദിവസമാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ അകത്ത് ആൾ മുഴുവൻ വേണം എന്നുള്ള ഒരു നിർബന്ധവും ഇലക്ഷൻ കമ്മീഷനില്ല. കാരണം 10-60 ലക്ഷത്തിലധികം ആളുകളെ ഒഴിവാക്കപ്പെടുകയാണ് ചെയ്തത് ബീഹാറിൽ. അതുപോലുള്ള സാഹചര്യം കേരളത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ SIR നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്.
കേരളത്തെ സംബന്ധിച്ച് അതിനെ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ചർച്ച ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.